ആര്യയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഭയങ്കര വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു പീക്കായിരുന്നു. കാരണം ആര്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ആര്യ എന്ന് പറയുന്നത്. അപ്പോൾ ആര്യയുടെ പരിപാടി അത്രയും അടിപൊളിയാക്കണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇതായിരുന്നു, ആഗ്രഹം ഇതായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കാകാവുന്ന രീതിയിൽ ഞങ്ങൾ ആക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം, വിശ്വാസം. ഓക്കെ. ചേച്ചി പെട്ടെന്ന് കമ്പനിയാവുന്നൊരു ടൈപ്പാണ്. പിന്നെന്താ, എല്ലാവരോടും ഒരേപോലെ തന്നെ നിൽക്കുന്ന ടൈപ്പാണ്. വൈബ് രണ്ടുപേരും ഒരേ വൈബാണ്, രണ്ടുപേരും ചേരും, നല്ലതുപോലെ പോകുമെന്ന് വിചാരിക്കുന്നു. അതെ, നല്ല ഹാപ്പിയാണ്, ഞങ്ങൾ ഒരേ കമ്പനിയാണ്. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു ചാരത്ത്. കണ്ണോരത്ത് കൈദൂരത്ത് നീ സ്വപ്നം പോലെന്നുള്ളിൽ പെയ്യും നേരത്ത്. കോർക്കാം ഇരു കൈകൾ, ഇനി പോകാം കാലങ്ങൾ, നാം ഓരോ ജന്മങ്ങൾ തേടുന്നു വർണ്ണങ്ങൾ. കേൾക്കാം മഴ തോരുമ്പോൾ മൗനം മൂടിയ മോഹങ്ങൾ, നീ മായാജാലങ്ങൾ ഓരെന്നും മുന്നിൽ മിന്നുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പുറത്തു പോകാൻ പോലും താല്പര്യമില്ല. ഞങ്ങൾ ഈ ആലപ്പുഴ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും ആലപ്പുഴ എല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ഈ തീരുമാനം എടുത്തത്. താലി കിട്ടിയപ്പോൾ എന്താ ഒന്നും തോന്നുന്നില്ല, മീൻസ് ഒന്നും എന്തൊക്കെയോ വരുന്നുണ്ടായിരുന്നു.
കരയണോ ചിരിക്കണോ ഒന്നും അങ്ങോട്ട് മീൻസ് ഇതിന് മുന്നേ കസിൻസിൻ്റെ ഒക്കെ കല്യാണത്തിന് നമ്മളിങ്ങനെ നോക്കുവോ അവർ കല്യാണം കഴിച്ച് പോകണു അതൊക്കെ കാണുമ്പോൾ ഇത്. പക്ഷെ ഇപ്പം എന്തോ ഇങ്ങനെ വന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ സംഭവം കഴിഞ്ഞ പോലെ ഫീൽ ചെയ്ത്. ഇന്നലെ വരെ ഞാൻ അടുത്താണെന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷെ ഇപ്പം റിയാലിറ്റി ആയപ്പോഴത്തേക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അറിയത്തില്ല, ഇറങ്ങുമ്പോഴേ അതിൻ്റെ ബാക്കി അറിയത്തുള്ളൂ എന്താ തോന്നാൻ പോകുന്നതെന്ന്. പിന്നെ എന്തൊക്കെ ഇവരടുത്താണ്, എല്ലാവരും അടുത്തുണ്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നതിൻ്റെ ഒരു ഇതുണ്ട്. നോക്കാം, ഇറങ്ങുമ്പോഴായിരിക്കും അറിയുന്നതിന് എന്താന്ന്. അത്രേ ഉള്ളൂ. ചേട്ടനെ കൊണ്ട് പറയിക്കണമെന്ന്. എന്താ പറയണ്ടേ, എനിക്കൊന്നും പറയാനൊന്നും ആരെയൊക്കെ ഇതാ